സി അച്യുതമേനോൻ മുഖ്യമന്ത്രി, കെ കരുണാകരൻ ആഭ്യന്തരമന്ത്രി. അടിയന്തരാവസ്ഥ കാലത്താണ് തടവറയ്ക്കുള്ളിലെ ക്രൂരതകൾ കേരളത്തിൽ നടമാടിയത്. നക്സലൈറ്റുകൾ, CPI ഒഴികെയുള്ള കമ്മ്യൂണിസ്റ്റുകൾ, സോഷ്യലിസ്റ്റുകൾ, ജനസംഘം പ്രവർത്തകർ എന്നിവരെയെല്ലാം ഒന്നൊഴിയാതെ അറസ്റ്റ് ചെയ്തു. അതിൽ പി രാജനും വർക്കല വിജയനും പോലീസ് മർദ്ദനത്തിൽ കൊല്ലപ്പെട്ടുവെന്ന് പിന്നീട് തെളിഞ്ഞു. അങ്ങാടിപ്പുറം ബാലകൃഷ്ണൻ അറസ്റ്റിലായപ്പോൾ പോലീസ് ജീപ്പ് കത്തിച്ച് സ്വയം ജീവനൊടുക്കി. കേരളത്തിലെ ആദ്യ ചാവേർ മരണവും അതാണ്. കോഴിക്കോട് കായണ്ണ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചപ്പോൾ കാണാതായ 2 റൈഫിളുകൾ അന്വേഷിച്ചു വന്നവരാണ് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയായ രാജനെ അറസ്റ്റ് ചെയ്തത്. കക്കയത്ത് കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിക്കായി പണിത വീടാണ് പോലീസ് ക്യാമ്പാക്കി മാറ്റിയത്. അവിടെ വച്ചായിരുന്നു അതിക്രൂര മർദ്ദനമുറകൾ. കക്കയത്ത് മാത്രമല്ല, കൊച്ചി ഇടപ്പള്ളിയിലും തിരുവനന്തപുരം ശാസ്താമംഗലത്തും മർദ്ദനമുറകൾക്ക് മാത്രമായി ക്യാമ്പുകൾ തുറന്നു. ശാസ്താമംഗലം ക്യാമ്പിൽ വെച്ചാണ് വർക്കല വിജയൻ കൊല്ലപ്പെട്ടത്. കാവടിക്കെട്ടും ഗരുഡൻ പറവയും ഉരുട്ടലുമെല്ലാം ഈ ക്യാമ്പുകളിൽ നടന്നു. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന് പിന്നാലെ എറണാകുളം TBയിൽ ചേർന്ന CPIM യോഗം EMSനോടും പുത്തലത്ത് നാരായണനോടും ഒളിവിൽ പോകാൻ നിർദ്ദേശിച്ചു. ശേഷിക്കുന്ന മുതിർന്ന നേതാക്കളെല്ലാം അറസ്റ്റിലായി. ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിക്രൂര മർദ്ദനത്തിനിരയായി. അന്ന് MLA ആയിരുന്ന പിണറായി വിജയൻ കീറിയ ഷർട്ടുയർത്തി നിയമസഭയിൽ നടത്തിയ പ്രസംഗം ചരിത്രമാണ്. മുതിർന്ന നേതാക്കൾക്കൊപ്പം SFI നേതാക്കളായിരുന്ന MA ബേബി, കോടിയേരി ബാലകൃഷ്ണൻ, M വിജയകുമാർ, തോമസ് എബ്രഹാം എന്നിവരെല്ലാം ജയിലിലായിരുന്നു. സോഷ്യലിസ്റ്റ് നേതാവ് MB വീരേന്ദ്രകുമാറും അന്ന് സോഷ്യലിസ്റ്റ് കോൺഗ്രസിലായിരുന്ന K ശങ്കരനാരായണനുമെല്ലാം അറസ്റ്റിലായി. പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ രാജ്യമെങ്ങും അടിയന്തരാവസ്ഥയ്ക്കെതിരായി വിധിയെഴുതി. കോൺഗ്രസ് സർക്കാർ വീണു. കേരളത്തിൽ മാത്രം K കരുണാകരന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്നു. എന്നാൽ അടിയന്തരാവസ്ഥയിലെ രാജന്റെ തിരോധാനത്തെക്കുറിച്ചുള്ള ഹൈക്കോടതി പരാമർശത്തിൽ ഏറെ വൈകാതെ K കരുണാകരന് രാജിവെക്കേണ്ടി വന്നു. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് മലയാളം.